ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു കൊറിയൻ ഡ്രസ്സാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരാൾക്കും അവനവൻ്റെ അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ അളവുകൾ പറയുന്നത്. നമ്മൾ 2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ നമ്മൾ യോക്കിൻ്റെ പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ക്ലോത്തിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലെവൽ ചെയ്ത് കൊടുത്തിടത്ത് നിന്ന് നമുക്ക് യോക്കിന് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്താണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ സീം അലവൻസ് ഉൾപ്പെടെ 12 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ അവനവൻ്റെ അളവനുസരിച്ച് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ബോഡി പോർഷൻ വരുന്നിടത്ത് ഇതിന് ചുരുക്കിട്ട് നല്ല ലൂസായാണ് വരുന്നത്. അപ്പോൾ ഏതൊരാൾക്കും അതൊരു സിമ്പിൾ ഒരു സാധാ അളവിലങ്ങ് പോയാൽ മതി. ഈ നെക്കിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ അവനവൻ്റെ അളവ് ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് നമ്മളിപ്പോൾ നെക്കിന് ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഇതുപോലെ നമ്മൾ ഈ ഒരു അളവ് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇവിടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഓപ്പൺ ഭാഗത്തേക്ക്. അതിനുശേഷം നമ്മളിങ്ങനെ ചെരിച്ചൊന്ന് വരച്ച് കൊടുക്കുകയാണ്. ഇത് ഫ്രണ്ട് പോർഷനിൽ മാത്രം 1 ഇഞ്ചോളം നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് യോക്കിൻ്റെ വിഡ്ത്താണ്. നമ്മളൊരു സീം അലവൻസ് ഉൾപ്പെടെ ഒരു 6 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്തിടത്ത് നിന്ന് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ നമ്മൾ ചെയ്തു. ഇനി ബാക്ക് പോർഷൻ്റെ വിഡ്ത്ത് നമ്മൾ ആ കറക്റ്റ് അവിടെ കൊടുക്കുക. എന്നിട്ട് ബാക്ക് പോർഷന് നമ്മൾ ഈ ടോട്ടൽ ലെങ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ 1 ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ ഈ അടിഭാഗത്ത് ലെങ്ത് ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷനിൽ ഒരല്പം കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 9 ഇഞ്ച് കിട്ടിയാൽ മതി. അപ്പം നമ്മൾ സീം അലവൻസ് ഉൾപ്പെടെ 10 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ ഭാഗവും നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 10 ഇഞ്ച് നമ്മൾ കൊടുത്തിടത്തിലേക്ക് ഇതുപോലെ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സീം അലവൻസ് ഉൾപ്പെടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് പോർഷന് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷന് യോക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്താണ് ഒരു 2.5 ഇഞ്ചേ നമ്മൾ ബാക്ക് പോർഷന് ലെങ്ത് കൊടുക്കുന്നുള്ളൂ. വിഡ്ത്ത് 3 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നമ്മൾ ഒരു റൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഭാഗവും നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ 2 യോക്കും ഇതുപോലെ തന്നെ ലഭിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സീം അലവൻസും കട്ട് ചെയ്ത് എടുക്കണേ. ഇതേ സെയിം അളവിലെ നമ്മളിപ്പം കട്ട് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് പോർഷന് ഒരു ഓവൽ ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്കതൊരു വി ഷേപ്പ് ആക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ഇതുപോലെ നമ്മളൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മളൊരു വി ഷേപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിന് ഇതുപോലെ മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ പോർഷൻ നല്ല നീറ്റായിട്ട് ഈ സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ ലൈനിങ് ഇട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ചെയ്തു. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമേ ടോപ്പ് കട്ട് ചെയ്യത്തുള്ളൂ. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ക്ലോത്തിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തു. അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. അപ്പം നമുക്ക് 4 പീസസ്സാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മളൊരു ലെങ്ത്ത് നമ്മളൊരു 17 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 15 ഇഞ്ച് നമുക്ക് മതിയെങ്കിൽ നമ്മളൊരു 2 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ ഒരു 17 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ സ്ലീവിന് വിഡ്ത്ത് വേണ്ടത്, നമ്മളിപ്പോൾ ഒരു 9 ഇഞ്ചാണ് ഒരു സൈഡിൽ വരുന്ന രീതിയിൽ 9 ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നത്. ആ 9 ഇഞ്ച് എവിടെയാണോ വന്നിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ എത്രയാണോ വിഡ്ത്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. നമുക്കിപ്പോൾ 4.5 ഇഞ്ച് കിട്ടിയ മാർക്ക് ചെയ്തു. എന്നിട്ട് ഓപ്പൺ സൈഡിൽ നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ 4.5 ഇഞ്ചിൽ നിന്ന് ഈ 3 ഇഞ്ചിലേക്ക് ഇതുപോലെ നമ്മൾ
മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബോട്ടം ഭാഗത്ത് നമുക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതും ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങനെ ഈ ഭാഗങ്ങൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മളുടെ സ്ലീവ് റെഡിയായി ലഭിച്ചു. ഇങ്ങനെ നമുക്ക് 2 സ്ലീവ് ഇതേപോലെ തന്നെ ലഭിക്കുവേ. ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെയും കൂടെ അനുസരിച്ചാണ് നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുക്കേണ്ടത്. മെയിൻ ക്ലോത്തിന് ലെങ്ത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. നമ്മളിപ്പോൾ ഒരു 25 ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്ലോത്തിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. വിഡ്ത്ത് ഒരു സൈഡിൽ കിട്ടിയിരിക്കുന്നത് 19 ഇഞ്ചാണ്. നമ്മളിപ്പോൾ ഇത് ഒരു ഓൾഡ് സാരിയിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഓപ്പൺ ഭാഗമാണ് ഇനി നമ്മൾക്ക് സ്ലീവിനായിട്ട് വേണ്ടത്. ഓപ്പൺ ഭാഗത്തെ നമ്മൾ ഇതുപോലെയൊന്ന് തിരിച്ച് നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഇടുകയാണ്. നമുക്ക് കൂടുതൽ വ്യക്തമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഓപ്പൺ ഭാഗം വരുന്നത് ഇവിടെ നമ്മളുടെ ഈ ക്ലോസ് ആയ ഭാഗത്താണ് നെക്കിൻ്റെ ഭാഗം വരുന്നത്. ഈ ഓപ്പൺ ഭാഗം വരുന്നിടത്തേക്ക് നമ്മളുടെ സ്ലീവിനെ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ 2 എൻഡ് വരുന്നിടത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക, വരച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് സ്ലീവ് നമ്മൾ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മളുടെ യോക്കിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഒരു 3 ഇഞ്ച് താഴെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ യോക്കിനെ മാറ്റിയതിന് ശേഷം ഇവിടെയും 3 ഇഞ്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളിപ്പം ഒരു ഓവൽ ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ ഭാഗവും കട്ട് ചെയ്യേണ്ടത്. ഇതിനായിട്ടാണ് നമ്മൾ സ്ലീവ് ആദ്യമേ കട്ട് ചെയ്തത്. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ നിവർത്തി കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും നെക്കിൻ്റെ ഭാഗം ലഭിക്കുവേ. ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ചെരിച്ച് കട്ട് ചെയ്ത ഭാഗങ്ങളില്ലേ, നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത പീസ് എടുത്തിട്ട് അവിടേക്ക് ഇതുപോലെയും വെച്ച് കൊടുക്കുക. അതേ മെത്തേഡിലാണ് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിലൊക്കെ നമ്മൾ നോക്കണം. നമ്മുടെ സ്ലീവിൻ്റെയും ടോപ്പിൻ്റെയും ആ ചെരിച്ച് വെട്ടിയ ഭാഗങ്ങൾ ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുത്ത് ഇവിടെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ നല്ല വശങ്ങൾ തിരിഞ്ഞു പോകാതെയൊക്കെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇപ്പം നമുക്കിങ്ങനെയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ കിട്ടിയെടുത്ത് നമ്മൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ഒരുപോലെയാണോ കിട്ടിയിരിക്കുന്നതെല്ലാം കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിലൂടെ നമ്മളൊന്ന് സാധാ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ നൂലിൽ പിടിച്ച് നമ്മളിങ്ങനെ വലിക്കണം. വലിച്ചു കഴിയുമ്പോൾ ഈ ഭാഗം ഇതുപോലെ ചുരുങ്ങി വരും. ഇനിയും നമ്മളുടെ യോക്കിൻ്റെ ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഒരുപോലെ വെച്ച് ഈ ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ യോക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ സീം അലവൻസ് വെളിയിൽ കാണാത്ത പോലെ ഇൻവിസിബിളായിട്ട് നമുക്ക് ലഭിക്കുവേ. ആ രീതിയിൽ നമ്മളിപ്പോൾ രണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് യോജിപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ കറക്റ്റ് സെൻറ്റർ ഏതാണെന്ന് നോക്കുക. അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ കറക്റ്റ് സെൻറ്റർ വരുന്നിടത്തേക്ക് നമ്മുടെ യോക്കിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ വരുന്നത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ നമ്മൾ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളത് ചുരുക്കൊക്കെ ഒരുപോലെ വരാനായിട്ടൊക്കെ ശ്രദ്ധിച്ച് ചെയ്തോണേ. ആ രീതിയിൽ നമ്മളിപ്പം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ അതിൻ്റെ ബോട്ടം ഭാഗവും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട ക്ലോത്ത് നല്ല ഒഴുകി കിടക്കുന്ന ഇനം ക്ലോത്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ ഇതൊരു ഓൾഡ് സാരിയിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ